മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നവർക്ക് വിദ്യാഭ്യാസം നിർബന്ധമല്ല. ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സും നന്മയും ഉണ്ടായാൽ മാത്രം മതി. ഇനി പഠിച്ചിട്ടുള്ള ആളാണ് നേതാവെങ്കിൽ അതിന്റെ ഗുണം ജനത്തിന് വേറെ കിട്ടും. അവർ എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു മേന്മ നിറഞ്ഞു നിൽക്കും. എന്നാൽ പഠിച്ചിട്ടില്ല എന്ന് കരുതി രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ എന്നുമില്ല. പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കാൻ കഴിയൂ എന്നില്ല എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ചിട്ടുണ്ട്. അതിന് തെളിവായി സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷെ അത് പുറത്തു കാണിക്കാൻ പറ്റാത്തതാണെന്ന് മാത്രം. കാണുന്നവരെ കണ്ണിന് കോട്ടം പറ്റുന്ന എന്തേലും അതിലുണ്ടാവും. അല്ലാതെ കള്ളം പറയുന്ന ആളൊന്നുമല്ല നമ്മുടെ മോദി എന്ന് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. ഇന്ന് കാണും നാളെ കാണും എന്ന് കരുതി ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ജനം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈയിടെ സർട്ടിഫിക്കറ്റ് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞ് കോടതി വിധി പറഞ്ഞിരുന്നു. അപ്പോ ഒക്കെ പറഞ്ഞെങ്കിലും നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഡൽഹി സർവകലാശാല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ആണെങ്കിലും നിലവിൽ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനാൽ ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് നൽകാനാവില്ല എന്നാണ് സർവകലാശാല ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുവരുന്നവർക്ക് മുൻപിൽ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാൻ ആവില്ലെന്നും അപരിചിതർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ആവില്ലെന്നും സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. വിവരാവകാശ നിയമപ്രകാരം അപരിചിതർക്ക് ഇത് വെളിപ്പെടുത്തരുതെന്നും ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ പ്രധാനമന്ത്രിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല നൽകിയ ഹർജിയിൽ കോടതി വിധി പറയാൻ മാറ്റി. കോടതി ഇത് കാണിക്കുന്നതിൽ ഡിയുവിന് യാതൊരു മടിയുമില്ല. പക്ഷേ സർവകലാശാലയുടെ രേഖകൾ അപരിചിതർക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ല, തുഷാർ മേത്ത പറഞ്ഞു. അറിയാനുള്ള അവകാശത്തെക്കാൾ വലുതാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നും ആയതിനാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് മാറ്റിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയായ ഒരു മുൻ വിദ്യാർത്ഥിയുടെ ബിരുദമാണ് ആവശ്യപ്പെടുന്നത്. ഒരു സർവകലാശാല എന്ന നിലയ്ക്ക് ഒന്നും മറച്ചുവെക്കാനാവില്ല. വർഷം തിരിച്ചുള്ള റെക്കോർഡ് ഞങ്ങളുടെ പക്കലുണ്ട്. കോടതിയിൽ രേഖ കാണിക്കുന്നത് സർവകലാശാലയ്ക്ക് എതിർപ്പില്ല, തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി. 1978 ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക്, വിജയ ശതമാനം, പേര്, റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആർട്ടിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടുകൂടിയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. പിന്നാലെ ഡൽഹി സർവകലാശാലയിലെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശം സംബന്ധിച്ച് അപേക്ഷ നിരസിച്ച് വിവരങ്ങൾ തരാൻ കഴിയില്ലെന്നും വ്യക്തിക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്നുമാണ് പറഞ്ഞത്. തുടർന്ന് നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ സമീപിക്കുകയും അപേക്ഷ നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷൻ നീരജ് കുമാറിന് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം വിദ്യാഭ്യാസ രേഖകൾ പൊതുവിവരമാണെന്നും വിദ്യാർത്ഥികളുടെ ഫലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും, കാരണം സർവകലാശാലകൾ പൊതുസ്ഥാപനമാണെന്നും അവയുടെ രേഖകൾ പൊതുരേഖകളാണെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. ഹർജിയിൽ 2017 ജനുവരി 24 നടന്ന ആദ്യ ഹിയറിംഗിൽ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നത് തെറ്റാണെന്നുമായിരുന്നു അന്ന് സർവകലാശാല വാദിച്ചിരുന്നത്. അല്ല, ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ പോലെ എന്തെങ്കിലും സംഭവമാണോ ഇത്? ഒന്ന് ഇടപെട്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ മോദി. അങ്ങനെയെങ്കിലും കൊച്ചുങ്ങൾ അറിയട്ടെന്നേ, വിവരവും വിദ്യാഭ്യാസവുമുള്ള ആൾ തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെ മുടിക്കുന്നതെന്ന്.